Dear Prime Minister Narendra Modi ji, dear Home Minister Amit Shah ji, tomorrow you are going to introduce the amendment bill of FCRA. You have worked a lot on it and you have the numbers to pass that bill. We have majority in the parliament. But this is not going to be just a national issue. It will definitely be a hotly discussed international issue. മോദിക്കും അമിത്ഷായ്ക്കും താക്കീതുമായിട്ടാണ് ഒരു പാതിരി വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് FCRA ഭേദഗതി ബിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരായിരിക്കും. അപ്പോൾ ഈ ബില്ല് വരാൻ പാടില്ല, വന്നാലുള്ള ഒരു ദോഷഫലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ മുസ്ലിങ്ങൾക്കുള്ള ഒരു പ്രശ്നത്തെ പറ്റി FCRA സംബന്ധിച്ച് കേട്ടിട്ടില്ല. ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യതയൊക്കെയാണോ ഈ പറയുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഫാദർ സിറിയക് തുണ്ടിയിൽ. സിറിയക് തുണ്ടിയിൽ. സിറിയക് തുണ്ടിയിൽ CMI. അദ്ദേഹം കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന വൈദിക സന്യാസ സംഘത്തിൻ്റെ ഒരംഗമാണ്, സംഘത്തിലൊരംഗമാണ്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വേറൊരാളുണ്ടായിരുന്നു, ഫാദർ സിറിയക് തുണ്ടത്തിൽ. അദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹവും രണ്ടുപേരും ഒരേ രൂപതക്കാരാണ്. പക്ഷെ തുണ്ടത്തിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആസാമിൽ പോയി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സിറിയക്ക് ആസാമിലേക്ക് പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. CMI സ്ഥാപനങ്ങളുടെയൊക്കെ പ്രിൻസിപ്പലായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഭീഷണിപ്പെടുത്തിയാണ്. കാരണം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പറച്ചിൽ കേട്ടാൽ തന്നെ, ഞാൻ ആ വീഡിയോ കണ്ട്, ആ പറച്ചിൽ കേട്ടാൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ കൂറ് ഇന്ത്യയോടല്ല, മറ്റ് ക്രൈസ്തവ ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. കാരണം ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞ് ക്രൈസ്തവ ഇസ്ലാമിക രാജ്യങ്ങൾ സംഘം ചേർന്ന് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിലകൊള്ളും എന്ന് ഈ CMI അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ട കാര്യങ്ങളിലൊന്ന്. കാരണം അങ്ങനെ ഒരു ഇത് അമേരിക്കയിലൊരു സെനറ്റർ പറഞ്ഞു, അമേരിക്കൻ കോൺഗ്രസ്സിലൊരു സെനറ്റർ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് പറഞ്ഞു, ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ അതിന് മറുപടി പറഞ്ഞു. എന്താണ് ആ മറുപടി? ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിനകത്ത് നിങ്ങളാരും ഇടപെടേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ത് നിയമം പാസ്സാക്കണം പാസ്സാക്കരുത് എന്ന് നിർദ്ദേശിക്കാൻ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നിർദ്ദേശിക്കാം, ഈ പാതിരിക്ക്, ഫാദർ സിറിയക് തുണ്ടയിലിന് നിർദ്ദേശിക്കാം, കാരണം അയാൾ ഇന്ത്യക്കാരനായതുകൊണ്ട്. ബാക്കി രാജ്യങ്ങൾക്ക് എന്ത് അവകാശമുണ്ടെന്ന്? ഇന്ത്യയുടെ പരമാധികാരത്തിൽ കൈകടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? ഇനി FCRA ബില്ലിനെ ഇദ്ദേഹം ഭയക്കുന്നതും എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? FCRA എന്ന് വെച്ചാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റാണ്. വിദേശത്ത് നിന്ന് കിട്ടുന്ന ധനസഹായത്തിന് സംഭാവനയെ നിയന്ത്രിക്കുന്ന നിയമമാണ്. നിരോധിക്കുന്ന നിയമമല്ല, നിയന്ത്രണം വേണമല്ലോ. നിയന്ത്രിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഇത്തരം നിയന്ത്രണങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അവർ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനതയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മതരാഷ്ട്രങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ് ഈ പാതിരി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ക്രിസ്ത്യൻ മുസ്ലിം രാജ്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്ത്? ക്രിസ്ത്യൻ രാജ്യങ്ങളുമുണ്ട്, മുസ്ലിം രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഹിന്ദു രാജ്യം വന്നാൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഇതിൻ്റെ പേര് ചോദിക്കുന്നതാണ്. ഹിന്ദു രാജ്യം വരണം എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നതുമല്ല. പക്ഷേ ഇങ്ങനൊന്ന് ചോദിക്കാമല്ലോ. നിങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരു രാജ്യമെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി വേണ്ടേ? നിങ്ങൾക്കൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു രാജ്യം വേണ്ടേ? ആ ഒരു രാജ്യവും ഹിന്ദുക്കൾക്ക് വേണ്ടി പാടില്ല
ഹിന്ദുക്കൾക്ക് സൗകര്യം ഉണ്ടാക്കാവുന്നത് ഒരു കാര്യവും പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സിറിയക് അച്ഛൻ പറഞ്ഞാൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ തന്നെ ഇത് മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഇതൊരു താക്കീതല്ല. ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഡിയർ നരേന്ദ്രമോദി, ഡിയർ ഹോം മിനിസ്റ്റർ അല്ല, അമിത് അതൊക്കെ ഷാ. ശരിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ചോദ്യം, ഉം. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആ വിവരം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? ഉം. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം വേറൊന്നും കൊണ്ടല്ല. ഇത് ഞാൻ പലവട്ടം ആവർത്തിച്ച കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. കഞ്ഞി വീഴ്ത്തിന് കാശ് വാങ്ങിയിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഈ ബില്ലിൻ്റെ ആകത്തുക അതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ തന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് FCRA എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാതെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ കട്ട് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാത്തവരുടെ രജിസ്ട്രേഷൻ പുതുക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യാത്തവരുടെ രജിസ്ട്രേഷൻ പുതുക്കാത്ത സംഘടനകളെല്ലാം ഇങ്ങനെ ചെയ്തതാണ്. കാരണം ഇതിൽ സംശയം ചോദിച്ചുകൊണ്ട് ഇവർക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഉം. ഇങ്ങനെ നിങ്ങളെക്കുറിച്ചൊരു ഇതുണ്ട്, അത് ശരിയാണോ? ഇല്ലെങ്കിൽ അല്ല എന്നറിയിക്കുക. അല്ല എന്നറിയിച്ചില്ല, എന്താ കാരണം? കഞ്ഞി വീഴ്ത്തിന് കാശ് വാങ്ങിയിട്ട് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ അച്ഛൻ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ CBCI ഒക്കെ ഇവിടുന്ന് അമിത് ഷായുമായിട്ട് ചർച്ചയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന വിഷയങ്ങളാണ്, എനിക്ക് വർഷങ്ങളായിട്ട് ഇവിടുത്തെ കത്തോലിക്ക സഭകളൊക്കെ നന്നായിട്ട് അറിയാം, അവരാരും അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. എങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഇത്തരത്തിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താണ് ഫാദർ സിറിയക് തുണ്ടത്തിൽ CMI ഇരിങ്ങാലക്കുടക്കാരൻ അങ്ങേരെ ആസാമിൽ പോയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയട്ടെ? ഉം. മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നിഷേധിക്കട്ടെ എന്ന്. അദ്ദേഹം മരിച്ചു 2 വർഷമോ 3 വർഷമോ മുമ്പ് മറ്റോ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്ന സൽവൃത്തി ഇതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ മതപരിവർത്തനത്തിന് എതിരാണ്. ഉം. 2 മതങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നിങ്ങളുടെ മതം സർവോത്കൃഷ്ടമാണ്, എൻ്റെ മതം മോശമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനത് അംഗീകരിക്കണമെന്നാണ് നിങ്ങൾ പറയണത്. നിങ്ങളുടെ മതം സംശുദ്ധവും എന്താ പറയണ പരമപവിത്രവും സമ്പൂർണവുമാണ് എന്ന് പറയുമ്പോൾ അതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എൻ്റെ മതവും അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. 2 മതങ്ങൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാവില്ലേ? ആ സംഘർഷമാണ് കുരിശുയുദ്ധം. ആ സംഘർഷത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് കുരിശുയുദ്ധം. 2 ഒരേ മതങ്ങളാണ്. കാരണം യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ടും ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ടും അംഗീകരിച്ച് ക്രിസ്ത്യാനിയായാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമെന്നാണ് പറയണത്. ഏറ്റവും പരമപവിത്രമായ മതമാണ് ക്രിസ്തു മതം. ഇസ്ലാമും അത് തന്നെയാണ് പറഞ്ഞത്. ലോകത്തിൽ ഹലാലായ ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണെന്നാണ്. അങ്ങനെ 2 പരമപവിത്ര മതസംഹിതകൾ തമ്മിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഫലമാണ് കുരിശുയുദ്ധം. എത്ര കൊല്ലം? 300 കൊല്ലത്തിലേറെ നീണ്ടു നിന്നാണ് കുരിശുയുദ്ധം. ഇനി അതിന് മതപരമായ പങ്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അർബൻ 2-ാമൻ മാർപ്പാപ്പ ഒരു തിട്ടൂരം കൊടുത്ത് ഈ കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. അവരുടെ പാപങ്ങൾ മുഴുവൻ വിമോചിക്കപ്പെടുകയും അവർക്ക് സ്വർഗം ഉറപ്പാകുകയും ചെയ്ത് അവരാകെ ചെയ്യേണ്ട കാര്യം കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ട് മരിക്കണം എന്നുള്ളതാണ്.
കുരിശുയുദ്ധത്തിൽ ഏർപ്പെട്ട് ചത്താലും കൊന്നാലും സ്വർഗം കിട്ടുമെന്ന് മുസ്ലിമും പറഞ്ഞു, ഇസ്ലാമും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സ്വർഗത്തിന് വേണ്ടി നടത്തിയ യുദ്ധമാണ് ഈ കുരിശുയുദ്ധം. ഞാൻ ഇനി വേറൊന്ന് ചോദിക്കട്ടെ. വിദേശത്തുനിന്ന് വന്ന ഒരു മതം, ക്രിസ്തുമതമായാലും, ക്രിസ്തുമതം വിദേശ മതമാണല്ലോ, വിദേശത്തുനിന്ന് വന്നൊരു മതം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മനുഷ്യരോട് പറയാണ് നിങ്ങളുടെ മതം അധമമാണ്, അത് മലിനമാണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിൻ്റെ പേരിലാണ്? ഇല്ലേ, അതിനൊരു ന്യായം വേണ്ടേ? എന്ത് ന്യായമുണ്ട്? അപ്പോൾ ഇവിടെ ഉള്ള മനുഷ്യർക്ക് ഇത് തെറ്റാണ്, നിങ്ങളിവിടെ നിന്ന് കടന്നു പോ എന്ന് പറയാനുള്ള അവകാശം കൂടി കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? മതസംഘർഷം വരും. അതുകൊണ്ട് എൻ്റെ പൊന്ന് സിറിയക്കച്ച, അവിടെ നിന്ന് കാശ് കൊണ്ടുവന്ന് ഇവിടെ മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ മതസംഘർഷം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. അപ്പം ഇദ്ദേഹം പറയുന്നത് പോലെ ഈ FCRA ഭേദഗതി ഇവർ ആവശ്യപ്പെടുന്ന യാതൊരുവിധ തിരുത്തലുകളും അല്ലെങ്കിൽ പിൻവലിക്കുകയും ഒന്നും ചെയ്യാതെ അമിത്ഷയും അല്ലെങ്കിൽ കേന്ദ്രം ഈ ഒരു ബില്ല് പാസ്സാക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ മുസ്ലിം രാജ്യങ്ങളും പിന്നെ മുസ്ലിം രാജ്യങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് അത് അപ്പോൾ എതിരാവുകയാണ്. ഇദ്ദേഹത്തിന് ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനെതിരെ ഉള്ള കരുനീക്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടി വരില്ലേ? ലോകരാജ്യങ്ങളെല്ലാം ഈ ബില്ലിനെ പറ്റി ഒന്നാമത്തെ കാര്യം, ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഇദ്ദേഹത്തെ ഈ എന്താണ് ഈ CMA അച്ഛനോട് വിളിച്ചു പറഞ്ഞ ലോകരാജ്യങ്ങൾ 1 by 1 ആയിട്ടിരുന്നുകൊണ്ട് ഞങ്ങളിതിനെതിരാണ്ടാച്ച എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് മറുപടി പറയും? അല്ലാതെ പിന്നെ ഇങ്ങനെ എങ്ങനെ അറിഞ്ഞെന്ന്? അല്ല, ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും അതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? പിന്നെ നമ്മളിത് കഴിഞ്ഞാൽ പേടിച്ചു എന്ന് പറഞ്ഞേക്കാൻ പറ. സിറിയക്കച്ചൻ്റെ ഈ ഭീഷണി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇന്ത്യക്കാർ മൊത്തത്തിലുള്ള 140 കോടി ജനങ്ങൾ പേടിച്ചു അവശരായിട്ടിരിക്കണമെന്ന് പറഞ്ഞേക്ക് അദ്ദേഹത്തോട്. പക്ഷെ അച്ഛൻ രണ്ടാമത്തെ വീഡിയോ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത് ഈ മിസോറാം CM പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചീഫ് മിനിസ്റ്റർ തൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. നമുക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല, അങ്ങേര് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നല്ല അമിത്ഷായോട് പറഞ്ഞിട്ടുണ്ട്. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒഴിവാക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അംഗീകരിച്ചേക്കുമെന്നാണ് പറഞ്ഞത്. മുൻകാല പ്രാബല്യത്തോടു കൂടി ഇത് വരില്ല എന്നതാണ്. ഇതുവരെ അടിച്ചത് മാറ്റിയതൊക്കെ അടിച്ചു മാറ്റാനുള്ള അനുവാദം കൊടുക്കുമെന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ഇതുവരെ കഞ്ഞി വീഴ്ത്തിന് കാശ് കൊണ്ടുവന്നിട്ട് മതപരിവർത്തനത്തിനും പിന്നെ മറ്റേ പാരീഷ് ഹാൾ പണിയാനും ഒക്കെ ഉപയോഗിച്ചത് അംഗീകരിക്കപ്പെടും, അത് ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറയണം. അത്രയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പറ്റില്ല, ഇത് വന്നാൽ പറ്റില്ല. ഇത് പറയണ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കഞ്ഞി വീഴ്ത്തിന് കാശ് വാങ്ങിച്ചാൽ കഞ്ഞി വീഴ്ത്തണം, നിങ്ങൾ മതപരിവർത്തനത്തിന് കാശ് വാങ്ങിച്ചാൽ മതപരിവർത്തനം നടത്തുക. അതേ FCRA പറയുന്നുള്ളൂ. കഞ്ഞി വീഴ്ത്തിന് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഞ്ഞി വീഴ്ത്തി നടത്താൻ പാടുള്ളൂ, അതിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല. വക മാറ്റി ചെലവ് ചെയ്യുന്നതാണ് കുട്ടി പറയുന്നത്, വേറെ അതിനകത്ത് യാതൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.